താലിബാൻ സൈന്യം പാകിസ്ഥാനെ ആക്രമിച്ചു, 55 പേർ കൊല്ലപ്പെട്ട വിവരം പുറത്തു വന്നു. എല്ലാ കാലത്തും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. രണ്ട് രാജ്യങ്ങളിലും തീവ്രവാദ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗോത്ര വിഭാഗങ്ങൾ ഈ രണ്ട് രാജ്യങ്ങളിലും ഒരേ വിഭാഗത്തിൻ്റെതായിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട്. അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം മുൻപേ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരിക്കുന്ന ദുറാൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു അതിർത്തി രേഖയുണ്ട്. ഇതിനെ താലിബാൻ സർക്കാർ അംഗീകരിക്കുന്നില്ല. മുമ്പ് ഭരിച്ചിരുന്ന ഹമീദ് കർസായിയുടെ ഭരണം ഏറെക്കുറെ അത് അംഗീകരിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടും തീവ്രമായിരിക്കുന്ന ചിന്തിക്കുന്ന വിഭാഗമാകുന്ന സമയത്ത് ഏറ്റുമുട്ടൽ സ്വാഭാവികമാണ്. ഇപ്പോഴത്തെ വിഷയം പറയുന്നത് അതിർത്തിയുമായി ബന്ധപ്പെട്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോപണം. തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദി സംഘം പ്രവർത്തിക്കുന്നുണ്ട്. TTP എന്ന് പറയുന്നത് ഇത് പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പാണ്. അഫ്ഗാനിസ്ഥാൻ ഇതിന് അഭയം കൊടുക്കുന്നു. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? പാകിസ്ഥാനെ ഇവർ ആക്രമിക്കുന്നു. ഈ ഗ്രൂപ്പ് സൈന്യങ്ങൾ പോലീസിനെയൊക്കെ ലക്ഷ്യമാക്കിയിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ഈ ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ രീതിയിലുള്ള വാഗ്വാദം ഉണ്ടാവലുണ്ട്, വെടിവെപ്പ് ഉണ്ടാവലുണ്ട്. ഈ ഗ്രാമീണർ കൊല്ലപ്പെടുന്ന രീതിയൊക്കെ അവിടെ നിത്യേന എന്നോണം കാണാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ അതിർത്തി ഈ ദുറാക്ക് ലൈൻ എന്ന് പറയുന്ന ഈ പ്രദേശം ഈ താലിബാൻ സർക്കാർ അംഗീകരിക്കാത്തത് കൊണ്ട് ഈ മേഖല ഏറെക്കുറെ കുറച്ചധികമായിട്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഭൂപ്രദേശമായിട്ട് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് സൈനികരോ സംവിധാനങ്ങളോ ഇല്ല. ഒഴിഞ്ഞു കിടക്കുന്ന മരുഭൂപ്രദേശം പോലെ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ ആ പ്രദേശത്ത് ഈ തീവ്രവാദ വിഭാഗങ്ങൾ സംഘടിക്കുകയും അവർ സൈനിക അഭ്യാസം നടത്തുന്ന ഒരു പ്രവർത്തന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അൽ-ഖ്വയ്ദ സൈനികാഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ഇതിന് മുമ്പ് തന്നെ വന്നിരുന്നു. ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയിൽ 55 പാക് സൈനികർ കൊല്ലപ്പെടുകയും 36 അഫ്ഗാനികൾ കൊല്ലപ്പെടുകയും ചെയ്തു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് പറയുന്നത്. 2640 കിലോമീറ്ററാണ് ഈ അതിർത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ആരുടേതുമല്ലാതെ നിലനിൽക്കുന്നത്. അതാണ് അഫ്ഗാനിസ്ഥാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത്. 2640 എന്ന് പറഞ്ഞാൽ വലിയ കിലോമീറ്ററാണ്, കുറച്ചൊന്നുമല്ല. എങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി നമ്മൾ നോക്കാം. 1893 ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി മോണ്ടിമർ ദുറാൻസ് ആണ് ഈ അതിർത്തി രേഖ വരച്ചത്. മോണ്ടിമർ ദുറാൻസ്. അപ്പോൾ അന്നത്തെ അഫ്ഗാനിസ്ഥാനിലെ അമീർ ആയിരിക്കുന്ന അബ്ദുർ റഹ്മാൻ ഖാൻ കരാർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർത്തീകരിക്കപ്പെട്ട ഒരു കരാറല്ല എന്ന അഭിപ്രായം അന്ന് തന്നെ പറഞ്ഞു. ഈ സംഭവം നടക്കുക 1893 അപ്പോൾ ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ് ഇപ്പോഴും വരുന്നത്. പഷ്തൂൺ എന്ന് പറയുന്ന ഗോത്ര വിഭാഗങ്ങൾ വ്യാപകമായിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. അതൊരു ഗോത്രമാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ വിഭജിക്കപ്പെടുന്നതിൻ്റെ കാലത്ത് രണ്ടാവുന്നതിന് മുൻപൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ രീതിയിൽ വിവാഹബന്ധം ഏർപ്പെടുത്തുകയും ഗോത്രവും സാമൂഹികപരമായിരിക്കുന്ന ബന്ധങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. ഈ ഒട്ടകം ഉപയോഗിച്ചും കുതിര സവാരി നടത്തിയൊക്കെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നു. 1919 ഓഗസ്റ്റ് മാസം 19 അഫ്ഗാനിസ്ഥാൻ സ്വതന്ത്രമായി. ബ്രിട്ടീഷ് രാജിൽ നിന്ന് അവർ സ്വതന്ത്രമാകുന്നു. അതിനുശേഷം 28 വർഷം കഴിഞ്ഞു. 28 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പാകിസ്ഥാൻ 1947 പാകിസ്ഥാൻ സ്വതന്ത്രം, നമുക്കറിയാമല്ലോ. 28 വർഷം കഴിഞ്ഞതിന് ശേഷം. പക്ഷെ അന്ന് വരക്കപ്പെട്ട അതിർത്തി രേഖയുമായിട്ട് ബന്ധപ്പെട്ട് അന്നേ അഭിപ്രായ ഭിന്നതകൾ നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യം വിഭജിക്കുമ്പോൾ ഗോത്രങ്ങൾ വിഭജിക്കപ്പെടുകയും അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ പറ്റാത്തൊരു സ്ഥിതി വരികയും ചെയ്യും. അതായത് കുടുംബം മുറിക്കുന്ന രീതിയിലുള്ളൊരു പ്രവൃത്തിയാണ്. അങ്ങനത്തെ ഒരു അതിർത്തി രേഖ അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നീടുണ്ടായിരുന്ന വ്യത്യസ്തമായിരിക്കുന്ന സംഘർഷാവസ്ഥകളും വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ അത് നമുക്കറിയാവുന്നത്. അഫ്ഗാനിസ്ഥാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ടായി. പിന്നെ റഷ്യ അഫ്ഗാനിസ്ഥാൻ ഭൂമി പിടിച്ചെടുത്തു, സോവിയറ്റ് യൂണിയൻ പിടിച്ചെടുത്തു, അവിടെ കൈവശത്തിലായി. അവിടെ സ്വതന്ത്രമാവാൻ വേണ്ടി കഴിഞ്ഞിട്ട് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അഫ്ഗാൻ മുജാഹിദുകൾ വന്നു, അവർ റഷ്യയുമായിട്ട് സോവിയറ്റ് യൂണിയനുമായിട്ട് ഏറ്റുമുട്ടി. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നീട് ഒരു സ്വാതന്ത്ര്യം വീണ്ടും ഉണ്ടായി. അഥവാ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം
വ്യത്യസ്ത ഘട്ടത്തിലൊക്കെ സ്വതന്ത്ര റിപ്പബ്ലിക് ആയതാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം, അടുത്ത ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം. ഈ കുവൈറ്റ് അങ്ങനെ തന്നെയാണ്. കുവൈറ്റ് സ്വതന്ത്രമായിട്ട് ബ്രിട്ടീഷുകാരിൽ നിന്നാണ്, ബ്രിട്ടീഷുകാരുടെ ഭാഗമായിരുന്നു ഈ അഫ്ഗാനിസ്ഥാൻ, കുവൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ തുർക്കിയുടെ ആ വംശീയ കാലഘട്ടം, ഒന്നാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് തുർക്കി പരാജയപ്പെട്ടതോടുകൂടി, ഓട്ടോമാൻ സാമ്രാജ്യം പരാജയപ്പെട്ടതോടുകൂടി ആ പ്രദേശം ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നു. പിന്നെ ബ്രിട്ടീഷുകാരാണ് ആർക്ക് കൊടുക്കുന്നത്? കുവൈത്തിന് കൊടുക്കുക എന്ന് പറയപ്പെടുന്നു. എന്നാൽ ചില ഭാഗങ്ങൾ ആ സമയത്തും തുർക്കിയുടെ കൈവശത്തിലായിരുന്നു, അവരും കൂടി കൂട്ടിച്ചേർത്ത് കൊടുത്തതാണ് എന്നും പറയുന്നു. ഏതായിരുന്നാലും അവരുടെ സ്വാതന്ത്ര്യം ഏകദേശം ആ കാലത്താണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒക്കെ മുൻപ് കുവൈത്ത് സ്വതന്ത്രമായിട്ടുണ്ട് എന്നാണ് അനുമാനം. പിന്നീട് ഇറാഖിൻ്റെ കടന്നുകയറ്റം ഉണ്ടായി, സദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചടക്കി, അങ്ങനെ വലിയ സംഘർഷാവസ്ഥയും വിഷയമൊക്കെ ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് മോചിപ്പിച്ചു. അതായത് അമേരിക്കയും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ട് പിന്നീട് ഒരു മോചനം ഉണ്ടാവുകയും കുവൈത്തിൻ്റെ അമീറിന് ആ രാജ്യം തിരിച്ച് നൽകപ്പെട്ട ദിവസം ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമായിട്ട് പിന്നീട് ആചരിച്ചു വരുന്നു. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും മുമ്പേ ഉണ്ടായിരിക്കുന്ന സ്വാതന്ത്ര്യമൊന്നുമല്ല, പിന്നീട് ഉണ്ടാവലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ എന്തുകൊണ്ട് ഇത്ര വൈരമായ രീതിയിൽ വിഷയങ്ങൾ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസപരമായിരിക്കുന്ന, അതായത് സാമൂഹ്യമായിരിക്കുന്ന ബന്ധങ്ങൾ കുറവാണ്. ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് ഗോത്ര പശ്ചാത്തലമുള്ള ഏരിയകളാണ് ഈ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നൊക്കെ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിമിസ്ഥാൻ എന്നൊക്കെ ഒരേ എല്ലാ സ്ഥാനങ്ങളും ഈ ഗോത്ര വംശീയതയോട് താല്പര്യമുള്ളവരാണ്. അത് ഇറാഖിലുണ്ട്, ഇറാനിലുണ്ട്, തുർക്കിയിലുണ്ട്. ആ ഏരിയ കേന്ദ്രീകരിച്ച് നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഈ ഗോത്രങ്ങളുണ്ട്. അപ്പോൾ ഗോത്രങ്ങളായിരുന്നു ഒരു കാലത്ത് ഭരണം നടത്തിയിരുന്നത്. ആ ഭരണം നടത്തുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്ന സമയത്ത് മറ്റ് അതിർത്തി കാര്യങ്ങൾ അവർ ക്രോഡീകരിക്കുന്നത് തന്നെ ഗോത്രങ്ങൾ ജീവിക്കുന്ന, അവരുടെ പ്രത്യേകമായിരിക്കുന്ന ഗോത്രങ്ങൾ ജീവിക്കുന്ന എവിടെയാണോ ആ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ഭരണം നടത്തുന്നതൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ കുടുംബ പശ്ചാത്തലം, അതൊരു ഗോത്രമാണ്. നമ്മൾ സൗദി അറേബ്യ പറയുന്നില്ല, സൗദി അറേബ്യ, സൗദ് എന്ന് പറയുന്നത് അതൊരു ഗോത്രത്തിൻ്റെ പേരാണ്, ഒരു കുടുംബത്തിൻ്റെ പേരാണ്. അൽ സൗദ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. പിന്നെയാണ് അത് സൗദി അറേബ്യ ആയിട്ട് മാറിയതെന്ന് ചുരുക്കം. ഇതിൽ അങ്ങനെ തന്നെയാണ്, ഇവിടെ കുവൈത്തിൽ അങ്ങനെയാണ്, ഖത്തറിൽ അങ്ങനെയാണ്. ഒരു കുടുംബത്തിൻ്റെയോ ഒരു ഗോത്രത്തിൻ്റെയോ പശ്ചാത്തലത്തോടനുബന്ധിച്ചായിട്ടാണ് രാഷ്ട്രം ആ ഏരിയയിലൊക്കെ രൂപീകരിക്കപ്പെട്ടത് എന്ന് ചുരുക്കം. അതിൽ അവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു മിതത്വമുണ്ട്, ലളിതവൽക്കരിക്കപ്പെട്ട. കാര്യം അവർ മതപരമായും ഭൗതികപരമായും സാമൂഹ്യപരമായും അറിവ് നേടിയവരാണ്. അതുകൊണ്ട് ലോകക്രമങ്ങളും ലോകത്തിൻ്റെ ജീവിത രീതികളും സംവിധാനങ്ങളും ഒക്കെ വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. എന്നാൽ അഫ്ഗാനിസ്ഥാനിൽ ഭൗതിക വിദ്യാഭ്യാസം തീരെ കുറവാണ്. മറ്റ് ലോകക്രമങ്ങളും ലോകസ്ഥിതികളും മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അസാധ്യമാണ്. എന്ന് വെച്ചാൽ അതിനോട് തീരെ താല്പര്യമില്ലാത്ത രീതിയിലാണ്, ഇടുങ്ങിയ രീതിയിൽ മതവിദ്യാഭ്യാസത്തെയും ഭൗതിക വിദ്യാഭ്യാസത്തെയും കണ്ട വിഭാഗമാണ് എന്ന് ചുരുക്കം. ഈ പാകിസ്ഥാന് അങ്ങനെ തന്നെയാണ്. ഭൗതിക വിദ്യാഭ്യാസത്തിന് അവർക്ക് തീരെ താല്പര്യം, അവരവിടെ എത്തിയിട്ടേ ഇല്ല. ഇപ്പോഴും സ്വന്തമായ രീതിയിൽ പേര് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാത്ത ഇഷ്ടംപോലെ പാകിസ്ഥാനികളുണ്ട്. അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, 10, 85, 90 വയസ്സിലൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കും. ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് പാകിസ്ഥാനോടൊപ്പം ഞാൻ പണിയെടുത്തിട്ടുണ്ട്. 87 വയസ്സുള്ള ഒരാൾ അവിടുത്തെ ഞങ്ങളുടെ സ്പോൺസറുടെ ഹൗസ് ഡ്രൈവറായിരുന്നു. നല്ല ആരോഗ്യം, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ശമ്പളം വാങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പേര് ഇത് ഒപ്പിട്ട് കൊടുക്കണം, കമ്പനി ശമ്പളം കിട്ടണമെങ്കിൽ. അപ്പോൾ ഇയാൾക്ക് സംസാരിക്കുന്ന ഭാഷ പെഷ്തൂൺ ഭാഷയാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഉറുദു ആയിട്ട് കുറച്ച് ചായവുള്ള ഭാഷയാണ്. അതിലെഴുതിയാൽ അവർക്ക് മനസ്സിലാവില്ല. ഒന്നുകിൽ അറബിയിൽ എഴുതണം, അതിന് ഇയാൾക്ക് അറബി അറിയില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് മറ്റുള്ളവരാണ്. അയാളുടെ പേര് എഴുതിയിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് ശമ്പളം വാങ്ങുന്നത്. എന്താ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, സ്വന്തമായ പേര് പോലും ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാത്ത, അതായത് ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരുപാട് പിന്നോക്കം പോയ വലിയൊരു വിഭാഗം, വലിയൊരു സമൂഹമുള്ള രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനും അങ്ങനെ തന്നെയാണ്. കാലത്തിനനുസരിച്ചും ലോകക്രമത്തിനനുസരിച്ചും മാറ്റം ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ അടുത്ത് എന്താ, ഈ കുരുട്ടായ രീതിയിൽ മനുഷ്യൻ നിൽക്കുന്ന സമയത്ത് തീവ്രവാദ ചിന്താഗതികളുണ്ടാവും. നമ്മളുടെ മാത്രമാണ് ശരിയെന്ന് പറയും. കാരണം ലോകം കാണുന്നില്ല, ലോകം മനസ്സിലാക്കുക. അതാണ് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാനിലുള്ള പ്രശ്നം. കാര്യമായിട്ട് രണ്ട് ഭാഗത്തും അഫ്ഗാനിസ്ഥാൻ തീവ്രവാദ വിഭാഗങ്ങളുണ്ട്. അവരെന്ത് ചെയ്യുന്നു? പാകിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് ബോംബിടുക, ആക്രമണം നടത്തുകയും ചെയ്യുന്നു. പാകിസ്ഥാനിൽ ഏതാനും തീവ്രവാദ വിഭാഗമുണ്ട്, വ്യത്യസ്ത തരത്തിൽ. ഞാനാണോ വലുത്, നീയാണോ വലുത് എന്ന തരത്തിലാണ് പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്. അവർ കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ ബോംബിടും. അങ്ങോട്ടും ഇങ്ങോട്ടും കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നോക്കുന്ന സമയത്ത് ഗോത്രത്തെ വിഭജിക്കപ്പെട്ടതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് തീർച്ചയായിട്ടും ആ മേഖല ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്ര മുന്നേറ്റമുള്ള രാജ്യത്തിലെ പൗരന്മാർ
അങ്ങനെ തീവ്ര ചിന്താഗതിക്കാരാവുക എന്നുള്ളത് വളരെ കുറവാണ്. എവിടെ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്കത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതായിരുന്നാലും ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ മരിക്കുന്ന തീവ്രവാദികളല്ല എന്നുള്ളതാണ്. കൂടുതൽ മരിക്കുന്ന ഇപ്പോൾ 28ഓളം ആളുകൾ അഫ്ഗാനിസ്ഥാനിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് താമസിക്കുന്ന ഗോത്ര വിഭാഗങ്ങളായിരിക്കുന്ന സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അവർ എന്ത് ചെയ്യുന്നു, നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാനാണോ ശക്തി തെളിയിക്കാൻ വേണ്ടി ആക്രമണം നടത്തുന്ന സമയത്ത് നിരപരാധികൾ കൊല്ലപ്പെടുന്ന ഒരു ദയനീയ അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസത്തിലാക്കുന്ന കാര്യം.